ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ആ വഴിയാ. പക്ഷെ നമ്മളിപ്പോ ഈ വഴിക്ക് തിരിയുന്നത് മറ്റൊരു കാര്യത്തിനാ. ക്ഷേത്രത്തിൽ അവര് പറഞ്ഞ സമയത്ത് വരുമെന്ന് ഉറപ്പൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ അവരുടെ വീട്ടിലേക്ക് തന്നെ പോകുന്നു. അവിടെ വെച്ച് മോതിരം കൈമാറാലോ. അപ്പൊ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നടക്കുകയും ചെയ്യും. എന്താ അത് കേട്ടപ്പോ നിന്റെ മുഖം മങ്ങിയത്? അവരുടെ ഇഷ്ടം അനിഷ്ടം ഒന്നും നീ നോക്കണ്ട. നീ എന്റെ കൂടെ അല്ലേ വരുന്നേ? ഓ, അതാണോ നിന്റെ പ്രശ്നം? നീ അവിടെ പോകുന്നത് തനിച്ചല്ല, എന്റെ കൂടെയാ. ഞാനാ നിന്നെ കൊണ്ടുപോകുന്നത്. അതിന്റെ പേരിൽ ആർക്കെന്ത് അനിഷ്ടവും അപ്രീതിയും ഉണ്ടായാലും അതെല്ലാം ഞാൻ നോക്കിക്കോളാം. നീ ഒരു കാരണവശാലും ഭയപ്പെടരുത്. എന്താ നിനക്ക് എന്നിൽ നിന്നും അറിയേണ്ടത്? ചോദിച്ചോളൂ. നിന്റെ 2 ചോദ്യങ്ങളും എനിക്ക് മനസ്സിലായി. ആദ്യത്തെ ചോദ്യം ഞാൻ ആരാണെന്നല്ലേ? അതിനുത്തരം സാക്ഷാൽ മൂകാംബിക അമ്മയുടെ പരമഭക്തയായ ഒരു സാധു. പിന്നെ എനിക്കെങ്ങനെയാ ഇത്രയും ധൈര്യം കിട്ടുന്നതെന്ന്? അത് ഞാൻ ചെയ്യുന്നതൊക്കെ മൂകാംബിക ദേവി ആഗ്രഹിക്കുന്ന കാര്യങ്ങളാ. അമ്മ തെളിച്ചു തരുന്ന വഴിയിലൂടെയാ എന്റെ സഞ്ചാരം. അപ്പൊ പിന്നെ ഞാൻ ആരെ ഭയക്കാനാ? അമ്മയുടെ നിയോഗമാണ് ഞാൻ. ആ ഒരൊറ്റ ധൈര്യത്തിലാ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ നിന്റെ ഭയവും സംശയമൊക്കെ മാറിയോ? എന്റെ കൂടെ വരൂ കുട്ടി. ഞാനല്ലേ നിന്നെ കൊണ്ടുപോകുന്നേ. വരൂ. നമുക്കൊരു കാര്യം ചെയ്യാം. പൂക്കട വഴി പോവാം. ദേവുട്ടിയോ വിദ്യാമ്മയോ പൂക്കടയിലുണ്ടെങ്കിൽ അവിടെ വെച്ച് മോതിരം കൈമാറാലോ. എന്തായാലും ക്ഷേത്രത്തിലേക്ക് പോകാൻ നമ്മൾ തീരുമാനിച്ചല്ലേ. നമുക്ക് ക്ഷേത്രത്തിൽ വെച്ച് തന്നെ ആവാം. ആ തീരുമാനത്തിൽ ഇനി ഒരു മാറ്റം വേണ്ട. അതാ ശ്രീകലെ നല്ലത്. ഇനിയിപ്പോ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ കൈമാറണമെന്ന് നിർബന്ധമുണ്ടോ? ശ്രീകല പറഞ്ഞ പോലെ പൂക്കടയിൽ വെച്ചായാൽ അത്രയും നല്ലത്. വരൂ കുട്ടി. എന്താ മടിച്ചു നിൽക്കണേ? വരൂ. നിങ്ങൾ വന്നത് നന്നായി. ഞങ്ങള് ഇവളെ തെരഞ്ഞു തന്നെ ഇറങ്ങിയതാ. ഇനിയിപ്പോ പൂക്കടയിലും ക്ഷേത്രത്തിലൊന്നും പോകണ്ടല്ലോ. ഇവിടെ വെച്ച് തന്നെ ഈ മോതിരം തിരിച്ചേൽപ്പിക്കാം. ആ മോതിരം കൈമാറുന്നതിന് മുമ്പ് നിന്റെ കൈ കൊണ്ട് സ്പർശിച്ചാൽ അതിന്റെ ദൈവീക ശക്തി ഇല്ലാതാകും. പിന്നെ അവൾ അത് ധരിച്ചാലും ഒരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല. ഇനിയിപ്പോ ഇതിന്റെ പേരില് ആർക്കും ഒരു പരാതി സങ്കടം ഒന്നും വേണ്ട. നിൽക്ക്. അവിവേകം കാണിക്കരുത്. ക്ഷേത്രത്തിൽ വെച്ച് ഇത് കൈമാറാമെന്നാ നിങ്ങൾ ആദ്യം പറഞ്ഞത്. ഇപ്പോ നിങ്ങൾ അതിന് തയ്യാറല്ലെന്നും പറയുന്നു.